ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ 4. ഇന്ന് നമ്മൾ പോകുന്നത് മിലാനിലേക്കാണ്. ഇന്നലെ നല്ലൊരു ഹോട്ട് ഷവറൊക്കെ എടുത്ത് വന്ന് മൂവിയൊക്കെ കാണാനിരുന്നെങ്കിലും മൂവി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പക്ഷെ നല്ല ഉറക്കം കിട്ടിയതുകൊണ്ട് ഭയങ്കര ഫ്രഷ് ആയിരുന്നു കാലത്ത് എണീറ്റപ്പോൾ. ഞങ്ങൾ കേട്ടു ഇവിടുത്തെ നെയ്ബർഹുഡ് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും കാലത്ത് തന്നെ ഒരു ഷോർട്ട് മോർണിംഗ് വാക്കിനൊക്കെ പോയി അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് വന്നിട്ട് പിന്നെ മിലാനിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സ്കിൻ കെയർ വെച്ച് തുടങ്ങാം. ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്യുന്നത് ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ബോഡി ഷോപ്പിൻ്റെ ഒരു വൈറ്റമിൻ സി സിറമാണ് കേട്ടോ. നിങ്ങളുടെ ഫേസ് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ഗ്ലോ ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വൈറ്റമിൻ സി സിറമാണ്. പക്ഷേ ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ദുബായിൽ നിന്ന് ഇത് വാങ്ങിക്കുമ്പോൾ ഒരു 150 ദിർഹംസ് ഉണ്ട്. ഇപ്പോഴത്തെ കോസ്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി വർത്ത് പർച്ചേസ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു പ്രൊഡക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്തത് പോൺസിൻ്റെ വൈറ്റമിൻ ഇ ഹൈലൂറോണിക് ആസിഡ് ജെൽ മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓയിലി സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ജെൽ മോയ്സ്ചറൈസേഴ്സാണ് ഇത്രയും കൂടെ എനിക്ക് സൂട്ട് ആവാറ്. അത് കഴിഞ്ഞിട്ട് ലാഷ് ഷീൽഡിൻ്റെ ഒരു മിനറൽ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ഫീഡിങ് സേഫ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ സൺസ്ക്രീൻ തന്നെ. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് റെഡിയായി വന്നു. അപ്പോഴേക്കും നമ്മുടെ ഹെയ്സു അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവളെ എണീപ്പിച്ചു. Good morning. Good morning. Good morning. Heizu? Heizu? Eവിടെ? ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇതിൻ്റെ ആം ഹോൾ ഭയങ്കര വലുതായതുകൊണ്ട് എനിക്കിത് ബ്രസ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റി കേട്ടോ. ഇന്നലെ ഇന്നൊക്കെ ഞാനും ഹെയ്സും മാച്ചിങ് ക്ലോത്ത്സ് ആയിരുന്നു വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കിടാ മാല. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ നെയ്ബർഹുഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ ഒരു വലിയ വിൻയാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓട്ടം സീസൺ ആയതുകൊണ്ട് നമുക്ക് ഗ്രേപ്സ് ഒന്നും കാണാൻ പറ്റിയില്ല. ഇവിടെയാണ് ഞങ്ങൾക്ക് ശരിക്കും ആ ഒരു ഫീലിംഗ് വന്നത്. കാരണം വലിയ വിൻയാർഡായിരുന്നു. നിറച്ച ഗ്രേപ്സ് ആയിരുന്നെങ്കിൽ അടിപൊളി ആയേനെ. പിന്നെ വെതറും ഇത്തിരി ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വ്യൂ ക്ലിയർ ആയിരുന്നില്ല. ശരിക്കും ഇതും ഫുട് ഹിൽസിൽ തന്നെ വരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഒരു മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ക്ലൗഡി ആയിട്ടും. ഈ വിനാടിൻ്റെ തൊട്ട് തന്നെ രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ നടക്കാൻ പറ്റുന്നൊരു വാക്കിംഗ് പാത്വേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പേര് വാക്കിങ്ങിനൊക്കെ വരുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ തന്നെയുള്ള ആൾക്കാരായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇവിടെ എല്ലാവരും നമ്മൾ ഗ്രീറ്റ് ചെയ്യും കേട്ടോ കാണുമ്പോൾ തന്നെ. നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു നമുക്കറിയാത്തവരെ നോക്കില്ല, ചിരിക്കില്ല, അങ്ങനെയൊക്കെ. പക്ഷേ യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം കൺട്രീസിലും ഈ ഒരു കൾച്ചർ ഉണ്ട്. സ്പെയിനിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇറ്റാലിയൻസിനെ ഒന്നും കൂടെ വോമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയേക്കുന്നത്. പിന്നെ ഈ ഒരു 4 ദിവസത്തെ ട്രിപ്പിലും ഒരുപാട് പേര് ഹെയ്സലിനെ വന്ന് കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവർക്ക് ബേബീസിന് ഒന്നും കൂടെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ കുറേ പേര് ഞങ്ങളോട് ബോൺജോർണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ഗുഡ് മോർണിംഗ് ആണ് ഇറ്റാലിയനിൽ. അങ്ങനെ ഞങ്ങളിത് ഈ അടിപൊളി വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലേ?
ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു 2 സൈഡും മരങ്ങളായിട്ടുള്ള വാക്ക് വേ. ഇപ്പുറത്ത് വിന്യാടും അപ്പുറത്ത് മലയായിരുന്നു. നല്ല രസമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന വ്യൂ കാണാനായിട്ട്. ഞങ്ങളപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ത് രസമാണ്. ഞങ്ങൾ പോകുമ്പോഴും കാണുന്നുണ്ട് കുറേ പേര് വാക്കിങ്ങിനൊക്കെ വരുന്നത്. അപ്പോൾ കാലത്ത് എണീറ്റ് ഇവിടേക്ക് ഒരു വാക്കിങ്ങിനൊക്കെ വന്ന് പോയി ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ അടിപൊളി ലൈഫ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ ലൈഫും വേറെ കുറേ കൊച്ചു കൊച്ചു വലിയ വലിയ രീതികളിൽ ഡിഫറെൻ്റ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് ആയിരുന്നു മനസ്സിൽ. ഇത്തിരി കൂടി അടുത്ത് വന്ന പോലെ ഈ മലകളുടെ അല്ലേ. പിന്നെ അവിടെ എനിക്ക് തോന്നണ സണ്ണി ആയിരുന്നെങ്കിൽ ഭയങ്കര ഇതായിട്ട് കാണാനല്ലേ. ഇത്തിരി കൂടി അടുത്ത് വന്ന പോലെ ഈ മലകളുടെ അല്ലേ. ഇതിങ്ങനെ കുറേ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിലേക്ക്. നമ്മൾ ഫുള്ള് നടക്കാൻ നിന്നില്ല, കാരണം ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരം പോയി എല്ലാതും കണ്ട് നമ്മൾ തിരിച്ച് നടന്നു. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ആപ്പിളിൻ്റെ മരങ്ങൾ കണ്ടു കേട്ടോ. ആപ്പിൾ തോട്ടം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ ഈ പറഞ്ഞ ഒരു ആപ്പിളിൻ്റെ സീസണല്ല, ആപ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ക്ലൗഡ്സൊക്കെ താഴെയും മല മുകളിലും നിൽക്കുന്ന പോലെയായിരുന്നു കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ജീവിക്കുന്ന ആൾക്കാർ സീരിയസ്ലി, പക്ഷെ സിറ്റി ലൈഫിന് അതിൻ്റെതായ ഗുണങ്ങൾ. തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീടൊക്കെ ഒന്ന് ശരിക്കും കണ്ട് അവിടുത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ ശ്രദ്ധിച്ചത്. നല്ല ഭംഗിയായിട്ടായിരുന്നു അവർ വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡിൽ തന്നെ ഇങ്ങനെ റിവ്യൂസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഡയറി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്രയും നാൾ അവിടെ സ്റ്റേ ചെയ്ത് പോയ ഗസ്റ്റൊക്കെ എഴുതിയ റിവ്യൂസൊക്കെ അതിൽ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളും ഒരു റിവ്യൂ എഴുതി കൊടുക്കാമെന്ന്. അവരൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു എയർബിഎൻബി സ്റ്റേ ആണ് കേട്ടോ ഇത്. ഭയങ്കര വോമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നമുക്ക് ഓണറിനെ പരിചയപ്പെടാനൊക്കെ പറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴും ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഞാനൊരു റിവ്യൂ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ ഇറങ്ങാറായപ്പോഴേക്കും നല്ല മഴയായിട്ടോ. ഹൗസ് ഓണർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ നമ്മളെ ഹെൽപ്പ് ചെയ്തു പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുട എടുത്തുകൊണ്ട് മഴയൊന്നും വലിയ രീതിയിൽ നനഞ്ഞില്ല. പക്ഷേ മിലാനിൽ വെതർ മോശമായിരിക്കും എന്നുള്ള പേടി അപ്പം തൊട്ട് ഞങ്ങൾക്ക് തുടങ്ങി. കയറി ഉടനെ ഹീസുവിനെ ഫീഡ് ചെയ്ത് ഉറക്കിയതുകൊണ്ട് പിന്നത്തെയുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കൊരു 2.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു മിലാനിലേക്ക്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓൺ ദ വേ ഉള്ള ഒരു ഫ്യൂവൽ സ്റ്റേഷനിൽ നിർത്തി ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കോഫിയും ക്രോസാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. ഞാൻ പോയപ്പോ എനിക്ക് പുല്ല് കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷെ എന്നിട്ട് കുട്ടിയൊക്കെ അടിപൊളി. എബി ക്രോസോണാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ എബി ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പോൾ പറഞ്ഞത് ബ്ലൂബെറിയുടെ ഒരു ഫില്ലിംഗ് ഉള്ള ബണ്ണായിരുന്നെങ്കിലും എബി അത് മനസ്സിലാക്കിയത് ഈ ഒരു ക്രീം ബണ്ണായിട്ടാണ്. ഇത് പിസ്താഷ്യോ ഫ്ലേവർ ഉള്ളൊരു ക്രീം ബണ്ണായിരുന്നു. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ബൈറ്റ് എടുക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ആ ഒരു ഫുൾ ബൺ തീർക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ഷുഗർ ഹൈ ഫീലിംഗ് വരും. കാരണം ഭയങ്കര സ്വീറ്റായിരുന്നു. ആ ഒരു ക്രീം ബണ്ണിൻ്റെ ഉള്ളിലും ഫുൾ ഈ ഒരു പിസ്താഷ്യോയുടെ ക്രീം ഫില്ലിംഗ് ആയിരുന്നു. ആൻഡ് ഈ ക്രീം ഫില്ലിങ്ങും നല്ല സ്വീറ്റ് ആയിരുന്നു. പ്ലസ് ഈ ബണ്ണിൻ്റെ ചുറ്റിനും പൗഡേർഡ് ഷുഗർ, അത് ശരിക്കും ആ ഒരു ബൺ ഷുഗറിൽ മുക്കിയെടുത്ത പോലെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്വീറ്റായിരുന്നു. നമുക്ക് കാലത്ത് തന്നെ ആ ഒരു ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ ഭയങ്കര ഷുഗറി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഷുഗർ സ്പൈക്ക് വരും, ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും മധുരം തലക്കടിച്ചൊരു ഫീലിംഗ് ആയിരുന്നു. കുറച്ചധികം വെള്ളം കുടിച്ചിട്ടാണ് എനിക്കത് ശരിയായത്. മുകളിൽ ഫുൾ ഷുഗറായില്ല, മുകളിലും താഴെയൊക്കെ. അമ്മയുടെ പൊന്നിന് തരാട്ടാ. അങ്ങനെ നല്ലൊരു ഷുഗറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും മിലാനിലേക്കുള്ള യാത്ര നമ്മൾ റെസ്യൂം ചെയ്തു. അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് BMW ഫീച്ചേഴ്സൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ക്രൂസ് കൺട്രോൾ ഉണ്ടായിരിക്കുന്നു നമുക്ക് അറിയാമായിരുന്നു കേട്ടോ, നമ്മൾ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, ഹൈവേ അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുവിധം ഹൈ ആൻഡ് കാസിലൊക്കെ ഈ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഞങ്ങളന്ന് ആദ്യമായിട്ടായിരുന്നു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ക്രൂസ് കൺട്രോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളൊരു പർട്ടിക്കുലർ സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്സലറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കാലെടുത്ത് മാറ്റി വയ്ക്കാം, തന്നെ വണ്ടി ആ ഒരു സ്പീഡിൽ ഓടിക്കോളും. പക്ഷേ ഇതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്രണ്ടിലൊരു കാർ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർ അത് സെൻസ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യുമായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളിലാണ്. അതായത് ലെയിൻ തിരിയുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റിയറിങ്ങും പതുക്കെ തിരിയുന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ക നമ്മുടെ ലെയിൻ്റെ സെൻറ്ററിൽ തന്നെ കാർ പ്ലേസ് ചെയ്ത് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുള്ളി ഓട്ടോ പൈലറ്റ് അല്ല കേട്ടോ, കാരണം നമ്മൾ സ്റ്റിയറിംഗ് കൈ വെക്കേണ്ട സമയത്തൊക്കെ അവിടെ വാർണിംഗ് സിഗ്നൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് നമ്മുടെ കൺട്രോളിലാക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ശരിക്കും ഈ 3 ദിവസം നമ്മൾ ഓടിച്ചപ്പോൾ യൂസ് ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 4th ഡേ ആണ് ഇത് ഡിസ്കവർ ചെയ്തത്. അങ്ങനെ മിലാനിലേക്കുള്ള യാത്രയിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പതുക്കെ പതുക്കെ ഓടിച്ച് ഒരു 2.5 hours ഡ്രൈവ് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ മിലാനിലെത്തി. റോഡ് മിതു റോഡ് കണ്ട കണ്ട തിരിഞ്ഞ കണ്ട 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 സ്ലോ ആണ് കണ്ട BMW
അങ്ങനെ ഫൈനലി നമ്മൾ മിലാനിലെത്തി. ദുവോമോ ആണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ. അപ്പോൾ അത് ZTL സോണിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് കാർ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ സോണിൻ്റെ പുറത്ത് തന്നെയുള്ളൊരു പെയ്ഡ് പാർക്കിങ്ങിലാണ് നമ്മൾ കാർ ഇട്ടത്. വിയാലെ മോൺസ പാർക്കിംഗ് സോൺ എന്നാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര്. അപ്പോൾ അവിടുന്ന് ഒരു 90 മീറ്റേഴ്സ് വാക്കേ ഉള്ളൂ അവിടുത്തെ മെട്രോ സ്റ്റേഷന്. ടുറോ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ മെട്രോ കയറിയത്. അവിടുന്ന് ഒരു 8 സ്റ്റോപ്സ് ഉണ്ട് നമുക്ക് ദുവോമോയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നമുക്ക് ആ എൻട്രൻസിൽ തന്നെ ഫോൺ സ്കാൻ ചെയ്ത് പേ ചെയ്ത് എൻട്രി ചെയ്യാം കേട്ടോ. പക്ഷെ നമുക്ക് അത് അറിയണ്ടായിരുന്നില്ല. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ നോക്കായിരുന്നു. അപ്പോൾ എന്തോ കൺഫ്യൂഷൻ കാരണം നമ്മൾ ഓപ്പോസിറ്റിലുള്ള ഷോപ്പിൽ പോയി പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ മെട്രോ കയറാൻ പോയത്. അങ്ങനെ ഫൈനലി നമ്മൾ ദുവോമോ ദി മിലാനോയിലെത്തി. ദിസ് ഈസ് വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇൻ മിലാൻ. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് പ്യാസ ദെൽ ദുവോമോ എന്ന് പറയുന്ന ഗാലറിയ. അവിടെ ഒത്തിരി ഷോപ്സ് ആൻഡ് കഫേസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തിന് ഒരു റോയൽ കാസൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒരുമിച്ച് വരുന്ന ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ തന്നെയുള്ളൊരു സ്പോട്ടാണിത്. പിന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അത്ര ക്രൗഡ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ സീസൺ ടൈമിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ത് ക്രൗഡായിരിക്കും ഈ സ്ഥലം എന്ന്. മിലാൻ്റെ മെയിൻ കൾച്ചറൽ പൊളിറ്റിക്കൽ ഇവൻറ്റ് സെൻറ്ററാണ് കേട്ടോ ഇത്. എല്ലാ സെലിബ്രേഷൻസും പരിപാടികളും ഇവൻറ്റ്സും ഒക്കെ നടക്കുന്ന ഒരു മെയിൻ ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ തന്നെയുള്ളൊരു സ്പോട്ടാണ് ഈ ദുവോമോ ദി മിലാനോ. Con te io li rivivrò, con te partirò. Io canto Rimanene. Bana Heizu. Heizu.
ധൂമോ പുറത്തുനിന്ന് കണ്ടിട്ട് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്ന് ഒരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാവരും ചെക്ക് ചെയ്ത് കയറ്റി വിടുന്നുണ്ടായിരുന്നു. ബാഗ്സൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഞാനും ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്തിരുന്നു. ധൂമോ ഇസ് ബേസിക്കലി ദ കത്തീഡ്രൽ ഓഫ് മിലാൻ ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇൻ മിലാൻ. ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ തന്നെയാണ് ധൂമോ ഒരു പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു കത്തീഡ്രലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 600 ഇയേഴ്സ് എടുത്തിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. 1386 സ്റ്റാർട്ട് ചെയ്ത കൺസ്ട്രക്ഷനാണ്. 1806 നെപ്പോളിയനെ കിങ് ആയിട്ട് ക്രൗൺ ചെയ്തത് ധൂമോയിലാണെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഈ എൻറ്റയർ പള്ളി അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് പിങ്കിഷ് ടോണുള്ള കൻഡോഗ്ലിയ മാർബിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മാർബിൾ വെച്ചിട്ടാണ്. അത് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യാനായിട്ട് ധൂമോയിലേക്ക് വേണ്ടി തന്നെ കൺസ്ട്രക്ട് ചെയ്ത കനാൽസിലൂടെ ഷിപ്പ് ചെയ്തിട്ടാണ് ആ മെറ്റീരിയൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഭയങ്കര സ്പെഷ്യൽ പള്ളിയായിരുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞങ്ങൾക്കത് തോന്നി. ആൻഡ് ഈ ധൂമോയുടെ ഡിസൈനിൽ പുറത്ത് മുകളിലേക്ക് സ്കൈനെ പോയിന്റ് ചെയ്തേക്കുന്ന കുറേ ടവേഴ്സ് കാണാം ഈ ഒരു ചേർച്ചിൻ്റെ മുകളിൽ. അതിനെ സ്പയേഴ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. ഓൾമോസ്റ്റ് 135 സ്പയേഴ്സ് ഉണ്ട് ഈ ഒരു എൻറ്റയർ പള്ളിയിൽ. ആൻഡ് മോർ ദാൻ 3400 സ്റ്റാച്യൂസ് ഉണ്ട് പള്ളിയുടെ അകത്ത്. ആൻഡ് ധൂമോസ് ഡെഡിക്കേറ്റഡ് ടു സെയിൻറ്റ് മേരി ഓഫ് ദ നേറ്റിവിറ്റി കേട്ടോ. ഇത് കാത്തലിക്സിനെ മനസ്സിലാവുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ. എന്തായാലും മാതാവിൻ്റെ പള്ളിയാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്റ്റാച്ചുവിൻ്റെ പേര് മഡോണിയ എന്നാണ് കേട്ടോ. മദർ മേരിയുടെ സ്റ്റാച്ചു ആണത്. അപ്പോൾ ആ സ്റ്റാച്ചുവിനേക്കാളും ടോളായിട്ടുള്ള ബിൽഡിങ്സ് ഇവിടെ പണിയാൻ പാടില്ല എന്നുള്ളൊരു അൺറിട്ടൺ റൂള് മിലാനിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്കൈ സ്ക്രേപ്പേഴ്സൊക്കെ എന്തായാലും അതിനേക്കാളും ടോളായിരിക്കും. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറി ഉടനെ നല്ല മഴയായിട്ടോ പുറത്ത്. ഭാഗ്യത്തിന് നമ്മൾ കുടയൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഔട്ട്സൈഡ് ഡൈനിങ് ആണ് പ്രിഫർ ചെയ്തത്. പുറത്തത്തെ ലൈറ്റിങ്ങും ബോഗൻവില്ലയും പിന്നെ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴേക്കും ഞാൻ ഹെയ്സോന് പാൽ കൊടുത്തു. കാരണം അവളുടെ വയറ് നിറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവൾ സമ്മതിക്കില്ല. അപ്പോഴേക്കും പിന്നെ ഫുഡൊക്കെ എത്തി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഡോളോമൈറ്റ്സിൽ നിന്ന് കഴിച്ച പാസ്ത തന്നെയായിരുന്നു. പക്ഷേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. Also this is also nice. This is like plain spaghetti. That was mushroom ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു. Come on. എങ്ങനെയുണ്ട്? ഏതായിരുന്നു ഇതുവരെ കഴിച്ചത്? Best was the one in Venice. Venice. Seafood spaghetti. മുകളിൽ കോഫി പൗഡർ ഒന്നും അല്ലേ? അങ്ങനെ
അങ്ങനെ ഞാൻ അന്ന് ലൈഫിൽ ആദ്യമായിട്ട് തിറാമിസു ടേസ്റ്റ് ചെയ്തു. എബി പറഞ്ഞത് ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവണം എന്നാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇൻസൈഡ് ഡൈനിങ് ഏരിയ. എനിക്ക് പക്ഷേ പുറത്തിരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടുത്തെ ലൈറ്റിങ്ങും സെറ്റപ്പും വൈബും ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അത് അവിടുത്തെ ഒരു ട്രാമാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇറ്റാലിയൻ ക്വിസീൻ ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. പക്ഷെ വന്നേ പിന്നെ പാസ്തയോടുള്ള ഇഷ്ടം കൂടിയിട്ട് 4 ദിവസവും ഞാൻ പാസ്ത തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ്ത. എബിയെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഓരോന്ന് പുതിയതായിട്ട് ഓർഡർ ചെയ്തുകൊണ്ട് അവൻ്റെ നിന്ന് പുതിയതായിട്ട് എന്തൊക്കെയോ കഴിക്കാൻ പറ്റി. പിന്നെ തിറാമിസു കഴിച്ചെങ്കിലും ജലാറ്റോ കഴിക്കാണ്ട് നമുക്ക് ഇറ്റലിയിൽ നിന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ക്വിക്ക്ലി നമ്മളൊരു ജലാറ്റോ ഗ്രാബ് ചെയ്തിട്ട് ഈ ഒരു റോസ്റ്ററിയിലേക്കാണ് കേട്ടോ നടക്കുന്നത്. സ്റ്റാർബക്സിൻ്റെ ഒരു റോസ്റ്ററി കം കഫേ ആണിത്. ഇവിടെ എബി ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എബി പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. നല്ല റഷ് ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറാനായിട്ട്. ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. എബി എനിക്ക് നല്ല ഹൈപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും സ്റ്റാർബക്സ് കാണാൻ എന്തിനാണ് ഇത്രയും റഷ് എന്നാണ് ഞാൻ ആ ക്യൂവിൽ നിന്നപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു റിച്ച് കോഫി സ്മെല്ലാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫി അവിടെ കിട്ടും. ഒരു സൈഡ് ഒരു കഫേ വൈബായിരുന്നു. അതായത് പേസ്ട്രീസ്, ബേക്കറി ഐറ്റംസ്, കേക്ക്സ് എല്ലാം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫി. അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ബാച്ചസ് ഓഫ് കോഫി അവർ ലൈവായിട്ട് റോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണിക്കും. ഇറ്റലിയുടെ ഒരു റിച്ച് കോഫി കൾച്ചറിനെയാണ് ഇവർ ഇവിടെ സ്റ്റാർബക്സ് അവരുടെ ഇമേജ് ഗ്ലോബലി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാനിതിനെക്കുറിച്ച് വായിച്ചപ്പോഴാണ് മനസ്സിലായത് എസ്പ്രസോ ഇസ് ബേസിക്കലി ദ ബർത്ത് പ്ലേസ് ഓഫ് ഇറ്റലി. ഇറ്റലിയിൽ ഒരു സ്ട്രോങ് കോഫി കൾച്ചർ ഉണ്ട്. അപ്പോൾ അതിനെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് സ്റ്റാർബക്സ് ഉണ്ടാക്കിയൊരു സ്ഥലമാണിത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ എനിക്കിത് കാണുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ലെങ്കിലും ഇത്രയും ഓപ്പണായിട്ട് എല്ലാവരും കാണുന്ന രീതിയിൽ ഒരു കോഫി എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു എൻറ്റയർ സ്ഥലം. ഒരു എസ്പ്രസ്സോ ഒക്കെ കുടിച്ച് നമുക്ക് പതുക്കെ പോകായിരുന്നു. പക്ഷേ റെസ്റ്റോറൻറ്റിലാണ് എല്ലാ കണക്കൂട്ടിലും തെറ്റിയത്. അവിടെ ഓർഡർ വരാൻ കുറേ ലേറ്റായി. അതുകൊണ്ട് തന്നെ വി വർ റണ്ണിങ് ലേറ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് 8 സ്റ്റോപ്സ് ഉണ്ട് നമ്മുടെ പാർക്കിംഗ് സ്പോട്ടിലേക്ക്. സോ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തി. പാർക്കിങ്ങിൻ്റെ പുറത്ത് വണ്ടിയുടെ പ്ലേറ്റ് നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴാട്ടോ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എന്നാലേ നമ്മൾ കാർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലൊരു സേഫ് സ്ഥലത്താണ് കാർ ഇട്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനി നമുക്ക് കാർ എടുത്തിട്ട് ഓൺ ദ വേ ഫ്യൂവൽ സ്റ്റേഷനിൽ കയറി ഫ്യൂവൽ റീഫിൽ ചെയ്തിട്ട് വേണം കേട്ടോ കാർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ 2-3 പരിപാടികളൊക്കെ ഉണ്ട് എയർപോർട്ടിലേക്ക് കയറുന്നതിന് മുന്നേ. അങ്ങനെ ഈ ഒരു സൺസെറ്റോടുകൂടി നമ്മൾ മിലാനിന് ബൈ പറയാണ്. മിലാനിലെ മൽപെൻസ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റും. ഇവിടെ തന്നെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയതും. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയില്ലേ, നീ ഞങ്ങൾ ഓൺ ദ വേ ഫ്യൂവൽ റീഫിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഫ്യൂവൽ സ്റ്റേഷനിലൊന്നും സെൽഫ് സർവീസ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 3 ഫ്യൂവൽ സ്റ്റേഷനിലും ഒരേപോലെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഇത്തിരി ടെൻഷൻ അടിച്ചു. കാരണം എല്ലായിടത്തും ക്യൂ ഉണ്ടായിരുന്നു ഓൺ ദ വേ ടു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ. പക്ഷേ എല്ലാവരും ക്യൂ നിന്ന് അവസാനം എത്തുമ്പോൾ വർക്ക് ആവാണ്ട് മടങ്ങി പോവായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ 3rd ഫ്യൂവൽ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലായത്. അവിടുത്തെ ഒരാൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതായത് 4 പേർക്കും അറ്റ് എ ടൈം യൂഷ്വലി ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ പറ്റാറുണ്ടല്ലോ. അവിടുത്തെ ഫ്യൂവൽ സ്റ്റേഷൻസിൽ എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് അറ്റ് എ ടൈം 1 പേഴ്സണെ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സോ ബേസിക്കലി നമ്മൾ കാർഡ് വെച്ച് പേ ചെയ്യുക. എന്നിട്ട് ഒരു ക്രെഡിറ്റ് എമൗണ്ട് ഡിഡക്റ്റ് ആവും. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്യൂവലിൻ്റെ ചാർജ് അവർ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി മണി റീഫണ്ട് ചെയ്യും. അപ്പം നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആർക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും യൂസ് ചെയ്താൽ നമ്മുടെ വർക്ക് ആവില്ല. അപ്പോൾ അതുപോലെ 4 പേര് നിന്നിട്ട് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓരോരുത്തർ ഒരു ടൈം എടുത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം അടുത്ത ആൾക്ക് യൂസ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു ഭയങ്കര വിയേർഡ് സിസ്റ്റമായിരുന്നു. യൂറോപ്പിൽ ഒരുവിധം എല്ലായിടത്തും സെൽഫ് സർവീസ് ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് മണി അത് കഴിഞ്ഞ് ഒരു 2 ദിവസം എടുത്തിട്ടാണ് കേട്ടോ റീഫണ്ടായി കിട്ടിയത്. അത് മാത്രം ഒരു ടെൻഷനായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വന്നു.
എയർപോർട്ടിൽ ചെന്ന് കാറ് റിട്ടേൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വന്നപ്പോൾ ആൾ വന്ന് കാറൊക്കെ ചെക്ക് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് സെക്യൂരിറ്റിയുടെ അവിടേക്ക് ഓടി. അവിടെ എല്ലായിടത്തും നമുക്ക് ഫാമിലി ആയതുകൊണ്ട് പ്രയോറിറ്റി ബോർഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെക്യൂരിറ്റിയും ബോർഡിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ തീർന്നു. നമ്മൾ ഫ്ലൈറ്റ് കയറി. അങ്ങനെ ഇറ്റലിയിൽ നിന്ന് നമ്മൾ ബാക്ക് ടു മെഡ്രിഡ് ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് സമയത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഹീസു ഫീഡൊക്കെ ചെയ്ത് നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി വാശിയൊക്കെ തുടങ്ങി. അവളൊന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണിയുടെ ട്രോമയൊക്കെ തിരിച്ചു വന്നു കേട്ടോ. ഭാഗ്യത്തിന് അവളുടെ മുകളിൽ ഡ്രസ്സിൽ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ഉള്ളിൽ റോംബറിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഡ്രസ്സ് മാത്രം റിമൂവ് ചെയ്ത് ഒന്ന് തുടച്ച് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ടോയ്ലറ്റിലൊക്കെ പോയി. ഞങ്ങൾ ബാക്കിൽ തന്നെ 3 empty സീറ്റ്സ് ഉണ്ടായിരുന്നു, അവിടെ ചെന്നിരുന്നു. അങ്ങനെ അപ്പോഴേക്കും പിന്നെ ഹീസു പാലൊക്കെ കുടിച്ച് വീണ്ടും കിടന്ന് ഉറങ്ങി. പിന്നെ അങ്ങോട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഹൗസ് ഓഫ് ഡൈനമൈറ്റ് എന്ന് പറയുന്നൊരു മൂവിയൊക്കെ വെച്ച് ഐപാഡിലിരുന്ന് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മെഡ്രിഡ് എത്തി. ഞാൻ ഫ്ലൈറ്റിലിരുന്നപ്പോഴാണ് കേട്ടോ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ലേക്ക് കോമോ വിസിറ്റ് ചെയ്ത അന്ന് 14,656 സ്റ്റെപ്സാണ് നമ്മൾ ടോട്ടലി നടന്നത്. 31-ാം തീയതി അതായത് വെനിസ് വിസിറ്റ് ചെയ്ത ദിവസം 16,298 സ്റ്റെപ്സും 1-ാം തീയതി അതായത് ഡോളോമൈറ്റ്സിൽ ചെന്ന ദിവസം 5,424, കാരണം നമ്മൾ മോസ്റ്റ്ലി കാറിലായിരുന്നു അന്ന്. ആൻഡ് മിലാനിലേക്ക് പോയ ദിവസം 13,000 സ്റ്റെപ്സാണ് നമ്മൾ ടോട്ടലി നടന്നത്. സോ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു വെനിസ്. 16,298 സ്റ്റെപ്സ് ആയിരുന്നു ഞങ്ങളന്ന് നടന്നത്. എബി ആണെങ്കിൽ കരിയറിൽ ഹെയ്സോനെയും കൊണ്ടാണ് അത്രയും നടന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ജീവിതത്തിൽ ഇത്രയും ഞങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. സോ ഇറ്റലി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കാൻ റെഡി ആയിക്കോ. അങ്ങനെ വി ആർ ബാക്ക് ടു ബേസ്. ഇനി നമുക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുണ്ട്. പെട്ടെന്ന് കുക്കറിൽ ചോറ് വെച്ചു. ഇനി നമുക്ക് മീൻകറിയും കൂടെ വെക്കാനുണ്ട്. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു. എബി സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പണി എളുപ്പമായി. ഇനി നമുക്ക് മീൻകറി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ അവളുടെ കരച്ചിൽ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ക്രൊസോണും മറ്റേ ക്യാപ്പച്ചിനും കുടിച്ചിട്ട് ഡിന്നറിന് ചോറും മീൻ വറ്റിച്ചതും മുട്ട പുഴുങ്ങിയതും കഴിച്ചപ്പോൾ എന്ത് തോന്നി? എനിക്കെന്തായാലും നല്ല സുഖം തോന്നിയിട്ടോ. കാരണം 4 ദിവസം പുറത്തത്തെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നിട്ട് ചോറും മീൻ വറ്റിച്ചതും മുട്ട പുഴുങ്ങിയതൊക്കെ കൂട്ടി ഡിന്നറിന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ, ഞാൻ പറഞ്ഞല്ലോ, ഹൗസ് ഓഫ് ഡൈനമൈറ്റ് മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ കണ്ടു തീർക്കാനുള്ളതുകൊണ്ട് അതും വെച്ച് ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എബി ഓൾറെഡി കഴിച്ചു. അങ്ങനെ ദാറ്റ് വാസ് our 4-day ഇറ്റലി ട്രിപ്പ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.